റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജിലല്ലാഹു ലിസാഹിബിഹിൽ ഉഖൂബത ഫിദ്ദുനിയാ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗി വഖതിഅത്തിർ റഹിം. ഈ ദുനിയാവിൽ അല്ലാഹു തആല ശിക്ഷ കൊടുക്കാൻ ഏറ്റവും ന്യായമായും ഉറപ്പുള്ള രണ്ട് വിഷയങ്ങളാണ് ഉള്ളത്. ഇവിടുന്ന് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്താണത്? ഒന്ന്, മിനൽ ബഗി, മറ്റൊരാളിൻ്റെ സമ്പത്ത്, അയാളുടെ ഭൂമി, അയാളുടെ വീട്, അയാളുടെ എന്തെങ്കിലും സമ്പത്ത്, അയാളുടെ ബിസിനസ് എന്തോ ആകട്ടെ, ഒരു മനുഷ്യൻ്റേത് അന്യായമായി കൈപ്പറ്റുക. മറ്റൊന്ന് ഖതിഅത്തുർ റഹിം, ഉമ്മയോട്, വാപ്പയോട്, പെങ്ങളോട്, ആങ്ങളോട് മിണ്ടാതെ ജീവിക്കുക, പിണങ്ങുക. ഈ പിണക്കങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട് കാണിക്കുന്ന ഖതിഅത്തുർ റഹിം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം കൊടുക്കാതിരിക്കുക, അവരോട് മോശമായിട്ട് പെരുമാറുക, റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുക, ഇത്തരം വിഷയങ്ങൾക്ക് ദുന്യാവിൽ അല്ലാഹു തആല ശിക്ഷ നൽകൽ നിർബന്ധമാണ്. ഇത് അല്ലാഹു ചെയ്തിരിക്കും. മഅമാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ, നാളെ പരലോകത്ത് അല്ലാഹു സൂക്ഷിച്ചു വെച്ച അദാബ് വേറുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ വെച്ച് തന്നെ കിട്ടാൻ അല്ലാഹു ന്യായമായും റബ്ബ് തആല നൽകുമെന്ന് ഉറപ്പുള്ള രണ്ട് വിഷയങ്ങൾ പുണ്യ നബി തങ്ങൾ പറയാണ്. അൽ ബഗ്യു വ ഖതിഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കലാണ്, പിന്നെ അതിക്രമങ്ങൾ ചെയ്യലാണ്. അല്ലാഹു വിടൂല. ലാ തദ്ലിമന്ന ഇദാ മാ കുൻത മുഖ്തദിറാ ഫദ്ദുൽമു ആഖിറുഹു യഹ്ദീക ബിന്നദമി نامت عيونك والمظلوم منتبه يدعو عليك وعين الله لم تنمي لا تظلمن إذا ما كنت مقتدرا. അധികാരവും കഴിവും സമ്പത്തും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരെയും ദുൽമു ചെയ്യരുതേ, ആരോടും അനീതി ചെയ്യരുതേ. ഫദ്ദുൽമു ആഖിറുഹു യഹ്ദീക ബിന്നദമി, ആ ഒരു അതിക്രമം കൊണ്ട്, ഒരു 5 സെന്റ് ഭൂമി അന്യായമായി കൈപ്പറ്റിയത് കൊണ്ട് നിനക്ക് സന്തോഷം കിട്ടൂല എന്ന് മാത്രമല്ല, നീ സങ്കടപ്പെട്ട് മരിക്കേണ്ടി വരും. അത് നിന്നെ സങ്കടത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മൾ പറയാം, നമ്മളൊരു 1/2 സെന്റ് ഭൂമി പോയാലും തിരക്കേടില്ല, ഒരു 1/2 ഇഞ്ച് പോലും മറ്റൊരാളുടെ നമുക്ക് വേണ്ട. ഇതായിരിക്കണം ഒരു മുഅ്മിന്റെ പോളിസി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാമത് ഉയൂനുക വൽ മദ്ലൂമു മുൻതബിഹുൻ യദ്ഉ അലൈക വഅയ്നുല്ലാഹി ലം തനമി. അന്യന്റെ ഒരു വീടോ ഒരു സ്ഥാപനമോ പിടിച്ചടക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കയ്യിൽ വെച്ചിട്ട് നീ ഇങ്ങനെ ഉറങ്ങും. വൽ മദ്ലൂമു മുൻതബിഹുൻ, ആ പൈസ നഷ്ടപ്പെട്ടു പോയ ആള് ഉണർന്നിരിക്കുകയാണ്. മുൻതബിഹുൻ, ഉറങ്ങാൻ പറ്റൂല. യദ്ഉ അലൈക വഅയ്നുല്ലാഹി ലം തനമി, നീയാണ് അതിക്രമം ചെയ്തതെങ്കിൽ നിനക്കെതിരായി പ്രാർത്ഥിക്കാൻ അവർ ഉണർന്നിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നുമില്ല. നീ ഉറങ്ങുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ദുൽമ ചെയ്തിട്ട് കൂളായി പോയി കിടന്നു, മനുഷ്യന്മാരെ കൊലപാതകം ചെയ്തിട്ട് പോയി കിടന്നുറങ്ങണമില്ല കൂളായിട്ട് ആ രാത്രി തന്നെ. സുബ്ഹാനല്ലാഹ്, എന്തൊരു തൊലിക്കെട്ടിയായിരിക്കും അതൊക്കെ റബ്ബേ. ഇത്ര വലിയ അതിക്രമം ചെയ്ത് ചോര ചിന്തിയിട്ട് കൂളായിട്ട് പോയി കിടന്നുറങ്ങുക. വഅയ്നുല്ലാഹി ലം തനമി, അള്ളാഹുവിൻ്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല കേട്ടോ.